സുഹൃത്തെ, ലൈഫ് എന്ന് പറയുന്നത് ഒരു കോമ്പറ്റീഷൻ അല്ല, അതൊരു പേഴ്സണൽ ജേണിയാണ്. അത് ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങളെപ്പോലെ ആയിരിക്കില്ല നിങ്ങളുടെ സുഹൃത്തിൻ്റെത്, നിങ്ങളുടെ വീട്ടിലുള്ള വേറൊരാളുടേത്, അല്ലെങ്കിൽ എൻ്റേത്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തു. 30 വയസ്സുള്ള ആളുകൾ ആ ഒരു ഏജിൽ സെറ്റിൽ ആവാതെ വരുമ്പോൾ അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മുന്നോട്ട് ചെയ്യുന്നുള്ള വിഷമങ്ങൾ ഒക്കെ. അതിൽ ഞാൻ എൻ്റെ മെയിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് മെയിൽ വന്നു. അതെല്ലാം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്. ഭൂരിഭാഗം ആളുകളുടെയും പ്രശ്നം കമ്പാരിസണാണ്. അവരിൽ ഓവർ തോട്ട്സ് ജനറേറ്റ് ആവുന്നതിൻ്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ കമ്പാരിസണാണ്. അവർക്ക് മറ്റുള്ളവരായിട്ട് അവരെ കമ്പയർ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, ഒരു ദിവസം പോലും പറ്റുന്നില്ല. നിങ്ങളുടെ വിഷമവും ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം. എൻ്റെ സുഹൃത്തുക്കൾ എവിടേക്ക് എത്തിപ്പോയി, ഞാനെന്താ ഇങ്ങനെ എന്നുള്ളൊരു തോട്ട്. നമുക്ക് അതിൻ്റെ മുകളിലൊരു തീരുമാനം ഉണ്ടാക്കാം. ഇപ്പോൾ ഇൻസെക്യൂരിറ്റിയും ഇൻസ്പിറേഷനും എന്താണെന്ന് പറയുന്ന ഒരു കഥയിൽ കൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവാണ്. ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യാൻ തോന്നില്ല. ഒരു സാം എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് 15,000 രൂപയാണ് സാലറി കിട്ടുന്നത്. എങ്ങനെയൊക്കെയോ ജീവിച്ച് പോവാണ്, സ്ട്രഗിളാണ്, ഓവർ തോട്ട്സാണ്, ഒന്നും ശരിയാവുന്നില്ല. അയാളുടെ കൂടെ പഠിച്ച ആളുകളൊക്കെ ഇപ്പോൾ അയാളെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അയാൾക്ക് തോന്നുന്നു. വലിയ വലിയ ലെവലിലൊക്കെ എല്ലാവരും എത്തിപ്പോയി. നല്ല വാഹനങ്ങൾ, നല്ല വീട്, അങ്ങനെയൊക്കെയുള്ള റേഞ്ചിൽ എല്ലാവരും എത്തിപ്പോയി, വലിയ വലിയ സാലറികളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ സാം എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനെന്താ ഇങ്ങനെ ആയിപ്പോയത്? എനിക്ക് നല്ല കഴിവുണ്ടായിരുന്നല്ലോ, എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ എവിടെ എത്തിപ്പോയല്ലോ, എനിക്കെന്താ പറ്റിയത് എന്നൊക്കെ. ഇങ്ങനെ ചിന്തിക്കുന്ന സാം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ ഇൻസെക്യൂരിറ്റി എന്ന് പറയാം. സ്വന്തം കഴിവിനെ പറ്റിയോ, സ്വന്തം ഹൈറ്റിനെ പറ്റിയോ, വെയിറ്റിനെ പറ്റിയോ, നോളജുകളെ പറ്റിയോ, ചില ഫീൽഡിലുള്ള പ്രത്യേക അറിവുകളെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ മറ്റുള്ളവരായിട്ട് 24 മണിക്കൂറും കമ്പയർ ചെയ്യുന്നൊരവസ്ഥ. ഇത് സാമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നൊരവസ്ഥയാണ് സ്ട്രെസ്സ് കൂടുമ്പോൾ സാമിലേക്ക് വരാൻ പോകുന്ന അവസ്ഥയാണ്. ഇയാളുടെ ഹെൽത്ത് നഷ്ടപ്പെടും, പ്രൊഡക്റ്റീവ് അല്ലാതെ ആവും, പല പ്രശ്നങ്ങളിലേക്ക് ഇയാളിങ്ങനെ പതിയെ പോവും. എന്നാൽ ഇതേ സാം ഈ സിറ്റുവേഷനെ ഒരു ഇൻസ്പിറേഷൻ എന്നുള്ള അവസ്ഥയിലേക്ക് എടുക്കുകയാണെങ്കിൽ ഇയാൾ വരാൻ പോകുന്ന മാറ്റം എന്താണെന്നറിയോ? എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ പോലെയൊക്കെ ആയിത്തീരാൻ, അല്ലെങ്കിൽ അവളേക്കാൾ ഉയരത്തിലേക്ക് എത്തിച്ചേരാനുള്ള എന്തൊക്കെയോ കഴിവ് എൻ്റെ അടുത്ത് ഇല്ലായിരുന്നോ എന്ന് അയാൾ ചിന്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ 5 സുഹൃത്തുക്കളുടെ ക്വാളിറ്റി ആയിരിക്കും നിങ്ങൾക്കൊന്നും അറിയാം. അറ്റ്ലീസ്റ്റ് ഒരു 2 ആൾക്കെങ്കിലും നല്ല സാലറി ഉള്ള, നല്ല ഹൈ ലെവലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളതിനെ വിഷമത്തിലൂടെ കാണുകയാണെങ്കിൽ നിങ്ങൾ തകർന്നു പോവുകയുള്ളൂ. മറിച്ച് നിങ്ങളതിനെ ഇൻസ്പിറേഷൻ എന്നുള്ള അവസ്ഥയിലോട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ അവരെപ്പറ്റി ചിന്തിക്കാൻ പോലും നിൽക്കില്ല. നിങ്ങൾ ചിന്തിക്കുക പിന്നെ ആരെ പറ്റിയായിരിക്കും അറിയോ? നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളെപ്പറ്റി, നിങ്ങളുടെ യുണീക്ക് കഴിവുകളെ പറ്റിയായിരിക്കും. അപ്പോൾ ഈ കഥയിലുള്ള സാമ് ചിന്തിക്കാൻ പോയത് 2ാമത്തെ അവസ്ഥയിലൂടെയായിരുന്നു. ഞാൻ കുറേ കാലമായി ഇങ്ങനെയൊക്കെ പോകുന്നു, എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം, എൻ്റെ അടുത്ത് എന്തൊക്കെയോ കഴിവുണ്ട്, ഞാൻ ഇങ്ങനെ ആരുടെയും അണ്ടറിൽ ഇങ്ങനെ അടിമയായിട്ടൊന്നും പോകേണ്ട ആളല്ല, കുറഞ്ഞ സാലറിക്കൊന്നും പോകേണ്ട ആളല്ല, എനിക്ക് എന്തൊക്കെയോ ചെറിയ കഴിവുകളുണ്ട്, അതൊന്ന് ഞാൻ ഒന്ന് ബിഗ്ഗറാക്കി എടുക്കാൻ പോവാണ് എന്ന് സാം ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ സാം മറ്റുള്ളവരെ പറ്റിയൊക്കെ മറക്കാൻ തുടങ്ങി, സ്വന്തം കഴിവിലേക്ക് ഫോക്കസ്ഡ് ആവാൻ തുടങ്ങിയപ്പോൾ സാം ഒരു കഴിവ് കണ്ടു. ഈ സാമിന് ചെറുപ്പം മുതലേ നല്ല ജ്യൂസുകൾ ഉണ്ടാക്കാൻ അറിയാം. ഇയാൾ ആർക്ക് ജ്യൂസ് ഉണ്ടാക്കി കൊടുത്താലും നല്ലത് പറയും, എല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയും. സാം കുറേ യൂട്യൂബിലൊക്കെ റെഫറൻസ് എടുത്തിട്ട് നല്ല നല്ല ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്യുന്ന ഒരു മോഡേൺ വ്യക്തിയായിരുന്നു. അപ്പോൾ ഈ സാമിന് തോന്നാൻ തുടങ്ങി, എന്തുകൊണ്ട് എനിക്കൊരു ദിവസം ഒരു 10 ജ്യൂസ് വിറ്റിട്ട് ഒരു 1000 രൂപ ഉണ്ടാക്കിക്കൂടാ? ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ പറ്റി ആലോചിച്ച് എന്നെ എപ്പോഴും കമ്പയർ ചെയ്തിരുന്നാൽ എനിക്ക് എവിടെ എത്താൻ പറ്റില്ല. സാം ഒരു 2-3 മാസം കൂടെ ജോലി ചെയ്ത് ഫുൾ ടൈം അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഒരു സേവിങ്സ് മണി ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് വെച്ചിട്ട് ഇയാൾ ചെറിയൊരു ഷോപ്പ് റെൻറ്റിന് എടുക്കുകയാണ്. അവിടേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങിക്കുകയാണ്, സാധനങ്ങളൊക്കെ ഇറക്കുകയാണ്. ഇയാളുടെ ചുറ്റിലുള്ള ആൾക്കാരെ പറ്റിയും ഫ്രണ്ട്സിനെ പറ്റിയും ഒക്കെ മറന്നുകൊണ്ട് ഇയാൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്കൊരു ചാട്ടാണ്. വരുന്നിടത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു വാശിയിൽ ഇയാളങ്ങ് ഇറങ്ങാണ്. ഒരു ദിവസം 10 ജ്യൂസ് വിറ്റ ശ്യാം പിന്നീട് അത് 50-100 ആക്കുന്നു. ശ്യാമിൻ്റെ ആ ഇൻട്രസ്റ്റ് കണ്ടിട്ട് ആളുകൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഇത് അറിഞ്ഞു തുടങ്ങുന്നു. മാസം 15,000 സാലറി വാങ്ങിയ ശ്യാം കൂളായിട്ട് 50,000-ലേക്കും 1 ലാഖിലേക്കും എത്തിക്കുന്നു. പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ശ്യാമിൻ്റെ കമ്പാരിസൺ കൊണ്ടുള്ള കംഫർട്ട് സോൺ എന്ന് പറയുന്ന ബ്ലോക്ക് അവിടെ തകരാണ്. നിങ്ങളും ചിലപ്പോൾ ഇതുപോലെ ചില ബ്ലോക്കുകളിൽ പെട്ട് കിടക്കുന്നുണ്ടാവാം. അവിടെ നിങ്ങളുടെ ചിന്തകളെ ഇൻസെക്യൂരിറ്റിക്ക് പകരം ഇൻസ്പിറേഷനിലേക്ക് നിങ്ങൾക്ക് ഡൈവേർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ലക്ഷങ്ങൾ കയ്യിലേക്ക് വരാനുള്ള വഴി നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഈ ഭൂമിയിലുള്ള ഓരോരുത്തർക്കും യുണീക്ക് കഴിവുകളുണ്ട്. ചില ആളുകൾക്ക് സംസാരിക്കാനുള്ള കഴിവായിരിക്കാം, നല്ല ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവായിരിക്കാം. ഞാനത് ഓരോന്ന് എടുത്ത് പറയുന്നില്ല. നിങ്ങളുടെ കഴിവ് നിങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. ആ കാര്യം എന്നേക്കാൾ അറിയുന്നത് നിങ്ങൾക്കാണ്. നിങ്ങൾ കഴിവില്ലാത്ത ഒരാളെ അല്ല. എഴുതാനുള്ള കഴിവ്, പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ്, എനർജറ്റിക്കായിട്ട് ഇടപെടാനുള്ള കഴിവ്, വാഹനങ്ങൾ ഓടിക്കാനുള്ള കഴിവ്, എന്തൊക്കെയോ ചില സാധനങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ മണി സോഴ്സ് ആക്കാൻ നിങ്ങൾ പഠിക്കുന്നിടത്തിൽ നിങ്ങൾ വിജയിക്കുകയാണ്. ഗവൺമെൻറ് ജോലികൾക്ക് വേണ്ടി പഠിച്ചു നേരുന്ന കാര്യവും ഇതുപോലെ തന്നെയാണ് സുഹൃത്തെ. നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് ഉണ്ട് എന്നറിയുന്ന ഫീൽഡിലേക്കാണ് നിങ്ങൾ ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് പഠിച്ചാൽ കിട്ടും എന്നറിയുന്ന ഒരാളായതുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങിയത്, അല്ലേ?
എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, എനിക്ക് പഠിച്ചാൽ കിട്ടില്ല എന്നറിയുന്ന ആരെങ്കിലും ഇതിലേക്ക് ഇറങ്ങോ? ഇല്ല. അപ്പോൾ ആ കഴിവിനെ നിങ്ങൾ കമ്പാരിസണിലൂടെ കാണാതെ ആ കഴിവിലേക്ക് നിങ്ങളെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ ഇറക്കുന്നിടത്ത് നിന്ന് നിങ്ങൾ വിജയിക്കാൻ തുടങ്ങും. ആ ഇറക്കലാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയ സാമിലും സംഭവിച്ചത്. ഇനി നിങ്ങളുടെ യുണീക്ക് കഴിവുകൾ കണ്ടെത്തി ഇനി നിങ്ങളെ അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്ന നിങ്ങളിലും സംഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ? സുഹൃത്തെ, സമയത്തിനനുസരിച്ച് നിങ്ങളിലേക്ക് വലിയ മാറ്റങ്ങൾ വരും. അതിന് നമ്മളെപ്പറ്റി എന്തൊക്കെയോ അങ്ങനെ ആലോചിച്ചിരിക്കുകയല്ല വേണ്ടത്. ഒരു വൺ ഡയറക്ഷനിലേക്ക് നിങ്ങളെപ്പറ്റി ആലോചിക്കാനുള്ള നിങ്ങളുടെ യുണീക്ക് ക്വാളിറ്റി നിങ്ങൾ കണ്ടെത്തണം. ഒരു ലെൻസ് പേപ്പറിലേക്ക് കുറേ നേരം പിടിച്ച് കത്തിക്കുന്നത് പോലെ നിങ്ങളുടെ ആ ക്വാളിറ്റി നിങ്ങൾ കത്തിക്കണം. നിങ്ങളുടെ ആ കഴിവിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിനനുസരിച്ചാണ് അത് കത്താൻ പോകുന്നത്. കൺസിസ്റ്റൻ്റായിട്ട് മണിക്കൂറുകളോളം നിങ്ങൾ അതിലേക്ക് ഇരിക്കുന്നതിനനുസരിച്ചാണ് അത് കത്താൻ പോകുന്നത്. അതിങ്ങനെ നിങ്ങളുടെ ചുറ്റിലുള്ള ആളുകളെ പറ്റി ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ, നിങ്ങളെ വിഷമിപ്പിച്ച ആളുകളെ പറ്റി ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അത് കത്തില്ല, ഒരിക്കലും കത്തില്ല. നിങ്ങൾക്കറിയാലോ, ആ ലെൻസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ, ആ പോയിൻ്റിൽ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കത്തില്ല. അത് മാറാൻ നിങ്ങൾ സമ്മതിക്കരുത്. നിങ്ങളുടെ ബ്രാൻഡ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അതിനുള്ള ഒരു ബേസ് മണി നിങ്ങൾ തന്നെ കണ്ടെത്തണം. അത് കണ്ടെത്താൻ കഴിവില്ലാത്ത ഒരാളെന്നല്ല നിങ്ങൾ വിചാരിച്ചാൽ എന്തും നടക്കും. ഇതൊക്കെ അങ്ങ് ഓട്ടോമാറ്റിക്കലി നടക്കുമെന്ന് വിചാരിക്കരുത്. അവിടെയാണ് നമ്മൾ ഫെയിൽ ആവുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനുവലായിട്ട് നിങ്ങൾ പിടിച്ചെടുക്കുന്നതാണ്. ഇതാരും കൊണ്ടു തരാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. ഇവിടെയാണ് ഈ കോട്ട് ശരിക്കും യൂസ് ആവുന്നത്. നിങ്ങൾക്ക് ശക്തമായിട്ടൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും, ഈ യൂണിവേഴ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. സാം ഇൻസെക്യൂരിറ്റിയെ ഉപേക്ഷിച്ച് ഇൻസ്പിറേഷനായിട്ട് മറ്റുള്ളവരെ കാണാൻ തുടങ്ങിയതുപോലെ നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു.